ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. ഈ കേരളത്തിന്റെ ഭംഗി ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള സിനിമകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ സിനിമകൾ കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്ത, കേരളത്തിലെ സ്ഥലങ്ങൾ കാണിച്ച, കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിദേശ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കോട്ടൺ മേരി 1999 ഇംഗ്ലീഷ് സിനിമയാണ് കോട്ടൺ മേരി. കോട്ടൺ മേരി എന്ന ഒരു ഹോസ്പിറ്റൽ പരിചാരകയുടെ കഥ പറയുന്ന ഈ സിനിമ 1912 നടന്ന ഒരു യഥാർത്ഥ കഥയാണ്. കേരളത്തിലെ ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിലാണ് പ്രധാനമായും സിനിമയുടെ കഥ നടക്കുന്നത്. ഫോർട്ട് കൊച്ചി കൂടാതെ മൂന്നാർ ഹിൽ സ്റ്റേഷനുകൾ, ആലപ്പുഴ ബാക്ക് വാട്ടറുകൾ എന്നിവ ലൊക്കേഷനായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ പൂർണിമ ഇന്ദ്രജിത്ത് ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായും ക്യാപ്റ്റൻ രാജു ഒരു പോലീസ് ഇൻസ്പെക്ടറായും അഭിനയിക്കുന്നുണ്ട്. ദ മിത്ത് 2005 ചൈനീസ് കൊറിയൻ ബൈലിംഗൽ സിനിമയാണ് ദ മിത്ത്. ജാക്കി ചാന്റെ കഥാപാത്രം തന്റെ പാസ്റ്റ് അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതാണ് സിനിമയുടെ കഥ. ഏകദേശം SS രാജമൗലിയുടെ മഗധീര പോലെയാണ് ഈ സിനിമയുടെ പോക്ക്. എന്നാൽ ഈ സിനിമയുടെ കഥ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ സംസ്കാരങ്ങൾ വളരെ കൂട്ടിക്കുഴച്ചാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സീനിൽ മലയാളത്തിൽ സംസാരിക്കുന്ന യോദ്ധാക്കളും അവരോട് മലയാളം സംസാരിക്കുന്ന ജാക്കി ചാനെയും സിനിമയിൽ കാണാം. ഈ സിനിമയിലെ അതിശയിപ്പിക്കുന്ന കളരിപ്പയറ്റ് രംഗങ്ങൾ കോഴിക്കോട് നടക്കാവ് പ്രദേശത്തെ CVN കളരിയിലെ വിദഗ്ധരാണ് സംവിധാനം നിർവഹിച്ചതും അവതരിപ്പിച്ചതും. ജാക്കി ചാൻ എന്ന് പറഞ്ഞാൽ പക്ഷെ ജാക്കി ചാൻ കളരിപ്പയറ്റിനോട് വലിയ താല്പര്യമായിരുന്നു. സാൻഡോഗൻ 1976 ഇറ്റാലിയൻ TV സീരീസാണ് സാൻഡോഗൻ. ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു ഏഷ്യൻ രാജകുമാരന്റെ സിംഹാസനം തട്ടിയെടുക്കുന്നു. തന്റെ ജനങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ മലേഷ്യയിലെ കടുവ എന്നറിയപ്പെടുന്ന ഒരു കടൽ കൊള്ളക്കാരനായി മാറി. പിന്നീട് കടൽ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപിലേക്ക് കപ്പൽ കയറുന്ന കഥയാണ് സീരീസിൽ പറയുന്നത്. എന്നാൽ ആ സീരീസിൽ ഒരുപാട് മലേഷ്യൻ ദ്വീപുകളായി കാണിച്ചിട്ടുള്ളതിൽ ഏതാനും ചിലത് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളായിരുന്നു. മലേഷ്യൻ ദ്വീപുകളാണ് സീരീസിലെ കഥയുടെ പശ്ചാത്തലമെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ആ സീരീസിൽ പരാമർശിക്കുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്ലേമൻ ഇൻ പാരഡൈസ് 1997 ഫ്രഞ്ച് ജർമ്മൻ സിനിമയാണ് ഫ്ലേമൻ ഇൻ പാരഡൈസ്. അപരിചിതനായ ഒരാളെ വിവാഹം കഴിക്കാനായി വേഷം മാറി ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിലെ ഒരു ചെറിയ ഭാഗത്തായി മാമുക്കോയെ അഭിനയിച്ചിട്ടുണ്ട്. 1912 ഇന്ത്യ കാണിക്കുന്നതിന് വേണ്ടി സെറ്റിട്ട സ്ഥലങ്ങളിലൊന്ന് കേരളത്തിലെ ഷൊർണൂർ ആയിരുന്നു. സെറ്റിട്ട ഷൊർണൂരിൽ വെച്ചായിരുന്നു മാമുക്കോയുടെ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൊർണൂർ മാത്രമല്ല, കൊച്ചി, പാലക്കാട് ഗ്രാമങ്ങളും ഉൾപ്രദേശങ്ങളുമെല്ലാം സിനിമയിലെ മറ്റു പല സംസ്ഥാനങ്ങളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം സിനിമയിലെ ചില ഭാഗങ്ങളിൽ മലയാളം സംസാരിക്കുന്ന ആളുകളെയും കാണാം. മാമുക്കോയ്ക്ക് പുറമെ നടനായ സാലു കൂറ്റനാടും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഗ്ലീസ് 2024 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ മൂവിയാണ് അഗ്ലീസ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്. അതിരപ്പള്ളിയിൽ പോയി നേരിട്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റോക്ക് ഫുട്ടേജ് എടുത്ത് VFX ചെയ്ത് സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇതിലൂടെ മനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കി. ദ റിയൽ മാരിഗോൾഡ് ഹോട്ടൽ 2016 ബ്രിട്ടീഷ് TV സീരീസാണ് ദ റിയൽ മാരിഗോൾഡ് ഹോട്ടൽ. ഇന്ത്യയിലെ സവിശേഷമായതും ഏറ്റവും പഴയതുമായ ഒരു ഹോട്ടലിലേക്ക് താമസം മാറുന്ന ഒരു കൂട്ടം ബ്രിട്ടീഷ് വയോജനങ്ങളുടെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഇതിന്റെ രണ്ടാമത്തെ സീരീസ് ഷൂട്ട് ചെയ്യാനായി അവർ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലം രാജസ്ഥാൻ ആയിരുന്നെങ്കിലും രാജസ്ഥാനോടൊപ്പം കേരളത്തിലെ ഫോർട്ട് കൊച്ചി, തൊടുപുഴ, ആലപ്പുഴ, തൃശൂര്, ആലുവ, കാലടി, വയനാട്, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലും അവർ ഷൂട്ട് ചെയ്തിരുന്നു. ദ മിസ്ട്രസ് ഓഫ് സ്പൈസസ് 2005 അമേരിക്കൻ ബ്രിട്ടീഷ് കോ പ്രൊഡക്ഷൻ മൂവിയാണ് ദ മിസ്ട്രസ് ഓഫ് സ്പൈസസ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ അത്ഭുതകരമായ ശക്തികളെ പ്രയോജനപ്പെടുത്താൻ ഒരൊറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് മാന്ത്രിക വിദ്യകൾ അഭ്യസിച്ച് അമേരിക്കയിൽ ഒരു സുഗന്ധവ്യഞ്ജനക്കട നടത്തുന്ന അവർ തന്റെ അറിവ് ഉപയോഗിച്ച് അവിടുത്തെ ഇന്ത്യൻ കുടിയേറ്റ സമൂഹത്തെ രോഗമുക്തി നേടാൻ സഹായിക്കുന്നതാണ് സിനിമയുടെ കഥ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഐശ്വര്യ റായിയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാശ്മീർ താഴ്വരകളായി കാണിച്ചിരിക്കുന്നതിൽ ചിലത് കേരളത്തിലെ ലാൻഡ്സ്കേപ്പുകളാണ്. മൂന്നാറിലെയും കൊച്ചിയിലെ മറ്റ് തീരദേശ ഉൾപ്രദേശത്തെ സംസ്കാരങ്ങൾ സിനിമയിൽ കൃത്യമായി ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ മലയാളത്തിലെ ചില സിനിമാ സീരിയൽ നടീനടന്മാർ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കാണിച്ച് അത് കേരളമാണെന്ന് അഡ്രസ് ചെയ്യാതെ ഇന്ത്യയിലെ വേറെ ഏതോ സ്ഥലമാക്കി കാണിച്ചത് ഒരു വലിയ കുറവായിട്ടാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബസ്മതി ബ്ലൂസ് 2017 അമേരിക്കൻ റൊമാന്റിക് കോമഡി സിനിമയാണ് ബസ്മതി ബ്ലൂസ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു സൂപ്പർ റൈസ് വിൽക്കുന്നതിനായി ഇന്ത്യയിലേക്ക് എത്തിയ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ഇന്ത്യൻ കർഷകരെ സഹായിക്കുന്നതാണ് സിനിമയുടെ കഥ. സിനിമയുടെ തുടക്കം തന്നെ കോട്ടയത്തെ ചങ്ങനാശ്ശേരിയാണ് കാണിക്കുന്നത്.
പിന്നീട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാടും കുട്ടനാടും പ്രധാന ലൊക്കേഷനായി ഉപയോഗിച്ചിട്ടുണ്ട്. കോട്ടയം, പാലക്കാട്, ആലപ്പുഴ, കൊച്ചി ഉൾപ്രദേശങ്ങളാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചെങ്കിലും കേരളത്തിന്റെ തനതായ സംസ്കാരം കാണിക്കുന്നതിന് പകരം കേരളത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് അവർ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. മലയാളത്തിന് പകരം ഹിന്ദി സംസാരിക്കുന്ന മലയാളികളും നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ പിൻപറ്റുന്ന മലയാളികളെയുമാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മലയാളിയായിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ സിനിമയിൽ പറയുന്ന ആശയം ഇഷ്ടപ്പെടുമെങ്കിലും ഈ സിനിമയിൽ കാണിക്കുന്ന കൾച്ചറും മറ്റു കാര്യങ്ങളും ഒരിക്കലും കണക്ട് ആവില്ല. ലൈഫ് ഓഫ് പൈ 2012 അമേരിക്കൻ ഫ്രഞ്ച് ഇന്ത്യൻ കൊളാബറേഷൻ സിനിമയാണ് ലൈഫ് ഓഫ് പൈ. ബുക്കർ പ്രൈസ് വിന്നറായ കനേഡിയൻ എഴുത്തുകാരൻ യാൻ മാർട്ടിൽ തിരുവനന്തപുരം മൃഗശാല സന്ദർശിച്ച് തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് എഴുതിയ നോവലിനെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ലൈഫ് ഓഫ് പൈ. ട്രിവാൻഡ്രത്തെ മൃഗശാലയിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ മൂന്നാർ ഹിൽ സ്റ്റേഷനും മൂന്നാറിലെ മൗണ്ട് കാർമൽ ചർച്ചിന്റെ പരിസരത്തും സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. പൈരറ്റ്സ് ബ്ലഡ് 2008 ഇംഗ്ലീഷ് സിനിമയാണ് പൈരറ്റ്സ് ബ്ലഡ്. ഒരു ക്യാപ്റ്റൻ ഒളിപ്പിച്ചു വെച്ച നിധി മറ്റു ചിലർ കണ്ടെത്തുകയും ക്യാപ്റ്റന്റെ ആത്മാവ് അതിനെ തടയുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് സണ്ണി ലിയോണും മലയാളി നടനായ നിഷാ സാഗറുമാണ്. ഒമാനിലാണ് സിനിമയുടെ പ്രധാന സീനുകൾ ഷൂട്ട് ചെയ്തെങ്കിലും കേരളത്തിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, കൊച്ചി ചെറായി ബീച്ച്, കോവളം ബീച്ച് എന്നീ സ്ഥലങ്ങളും സിനിമയുടെ ലൊക്കേഷനുകളായിരുന്നു. സിനിമയിലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിയുള്ള ഗുഹ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ സെറ്റിട്ടതായിരുന്നെങ്കിലും അതിന്റെ ഇൻസൈഡ് പോർഷൻസ് എല്ലാം മോഹൻലാലിന്റെ വിസ്മയ മാക്സ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ചതായിരുന്നു. ബിഫോർ ദ റെയിൻസ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സംഭവിച്ച ഒരു യഥാർത്ഥ കഥ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ഹിന്ദി കൊളാബറേഷൻ സിനിമയാണ് ബിഫോർ ദ റെയിൻസ്. സൗത്ത് ഇന്ത്യ അടിസ്ഥാനമാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹൈറേഞ്ചുകളാണ്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ മൂന്നാറിന്റെ ദൃശ്യഭംഗി സിനിമയിൽ നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ നടൻ ഇന്ദ്രജിത്ത് ഒരു പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.